ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. അതിനു വേണ്ടി ഒരു ബൗളിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം പാസ്ത ഇട്ട് വേവിക്കാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ക്യാപ്സിക്കം, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാവുന്നതാണ്. എല്ലാ വെജിറ്റബിൾസും വഴറ്റി മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് സോസാക്കി എടുക്കാം. ഇനി അതിലേക്ക് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസ് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് പാസ്ത ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി മുകളിൽ വേണമെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചീസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കെല്ലാം സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഓക്കെ, ബൈ.